അല്ല, ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ വ്യക്തിപരമായി ആരെയും പേരെടുത്ത് പറയാനോ ഒരു പ്രസ്ഥാനത്തെ പേരെടുത്ത് പറയാനോ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല. ആ രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എൻ്റെ യുദ്ധം എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ളതല്ല, തെറ്റായ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളോടുള്ളതാണ്. രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം എന്ന് മാത്രമാണ് എൻ്റെ വിഷയം, വ്യക്തിപരമായിട്ടല്ല അതിൻ്റെ വിഷയം. സത്യം പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായതിൽ ദുഃഖവുമുണ്ട്. പറഞ്ഞതുപോലെ അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് എന്താണെങ്കിലും അത് തീരുമാനിക്കേണ്ടത് ആ പ്രസ്ഥാനമാണ്. അതിനകത്ത് എനിക്ക് വ്യക്തിപരമായ ഒരു താല്പര്യങ്ങളും ഇല്ല. ആ പ്രസ്ഥാനമാണ് അത് തീരുമാനിക്കേണ്ടത്. അവർ ധാർമ്മികത മുൻനിർത്തി അവരെന്താണോ ചെയ്തത് അത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അല്ലാതെ കൂടുതൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെ ഒരു ആഗ്രഹങ്ങളില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ പറയുന്ന വ്യക്തി ഇനിയെങ്കിലും നവീകരിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും ഒരു സുഹൃത്ത്, നല്ല സുഹൃത്തായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതൊരു വ്യക്തിപരമായ വിഷയമല്ല. ഒരു രാഷ്ട്രീയ നേതാവ് സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു വിഷയം മാത്രമാണ്. അല്ല, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അത് എൻ്റെ ഒരു വിഷയമല്ല. എങ്ങനെയാണെങ്കിലും സമൂഹത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർ നേരായ വഴിയിലേക്ക് പോകണം എന്നുള്ളത് തന്നെയാണ്. റിനിക്ക് ശേഷവും ചില പരാതികൾ, ചില ശബ്ദരേഖകളും ചാറ്റുകളും ഒക്കെ വരുന്നത് ഇത് ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ചാണ് ഇതെല്ലാം വരുന്നത്. സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തല്ലേ അയാൾ പറയുന്നതിൽ പരാതിയില്ല, ആരോപണം മാത്രമായി നിലനിൽക്കുന്നു എന്നൊക്കെയാണ്. അല്ല, അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ വന്നിട്ടുള്ള ആരോപണങ്ങൾ എന്തായാലും അത് നിരന്തരം പല ആരോപണങ്ങൾ വരുവാണല്ലോ. അപ്പോൾ അത് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ പറയുന്നു, ഇപ്പോൾ ന്യൂസുകളിലൊക്കെ വന്ന് ചില ഓഡിയോ ക്ലിപ്പൊക്കെ വരുന്നു. അതൊക്കെ ഗുരുതരമായ ആരോപണമാണല്ലോ. ഇപ്പം ഞാൻ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അത്രയും ഗുരുതരമാണെന്ന് ഞാൻ പറയുന്നില്ല. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ. അപ്പോൾ ഇത് ബേസിക്കലി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം എന്ന രീതിയിലാണ് കാണുന്നത്. വ്യക്തിപരമായി ഇതിലൊരു സന്തോഷവും എനിക്കില്ല എന്നുള്ളതാണ്. ഒരാളുടെ പേര് പറയാതിരിക്കുമ്പോൾ നമ്മൾ കുറേ പേരെ സംശയിക്കുകയാണ്, കുറേ പേരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്. അതൊരു ശരിയായ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പേരെ ഒരു സംശയത്തിന്റെ നിഴലിലേക്ക് കൊണ്ടുവരുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോഴും ഒരു പ്രസ്ഥാനത്തിനെയോ ഒരു വ്യക്തിനെയോ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണോ സംഭവിക്കേണ്ടത് ഞാൻ പറഞ്ഞു. കാലം തെളിയിക്കും. എൻ്റെ ഭാഗത്താണ് ശരിയെങ്കിൽ അത് കാലം തെളിയിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഈ ഓഡിയോ ക്ലിപ്പ് അടക്കം പുറത്തേക്ക് വന്നത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് സ്പോൺസേർഡ് അല്ല, ഇത് സംഭവത്തിൽ റിയാലിറ്റി ഒരുപാടുണ്ട് എന്നതിന്റെ തെളിവാണെന്നാണ് പറഞ്ഞത്. അല്ല, അതൊക്കെ അന്വേഷിക്കണം. ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കുറിച്ചാണല്ലോ ചിത്രസഹിതം വരുന്നത്. അപ്പൊ അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. അതെന്താണെന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. താങ്കൾ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ ഒരുപാട് അതിജീവിതകൾ പരാതിയുമായി വരാൻ സാധ്യതയുണ്ട്. താങ്കളുമായി ഒരുപാട് പേര് സംസാരിച്ചു. അത്തരത്തിൽ കൂടുതൽ പരാതികളൊക്കെ വരാൻ സാധ്യതയുണ്ടോ? എന്താണ് ഈ മറ്റ് അതിജീവിതകളൊക്കെ, അല്ലെങ്കിൽ അത്തരത്തിൽ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായ ആളുകളൊക്കെ തന്നെ എന്താണ് പറഞ്ഞത്? അത് അവർക്ക് ഭയമാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി അവരത് ടേക്കപ്പ് ചെയ്യുമോ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഇന്ന് ഇത്രയും ഗുരുതരമായ താങ്കളുടെ ആരോപണം വന്നു, ആ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നു, ഹണി ഭാസ്കരൻ തന്നെ നേരിട്ട് വാർത്താ സമ്മേളനം നടത്തി. ഇപ്പോഴും പറയുന്നത് ഞാൻ മിസ്റ്റർ ക്ലീൻ ആണ്, നിങ്ങൾക്ക് പോലീസിൽ പരാതി ഉണ്ടെങ്കിൽ അത് നിയമപരമായി തെളിയിക്കാം, അതിനപ്പുറത്തേക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ല പ്രസ്താവന വളരെ കാഷ്വലായി എടുക്കുകയാണത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഇപ്പോൾ പറയുന്നില്ല. എന്തായാലും ഞാൻ പറഞ്ഞു, അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് നടന്നിരിക്കുന്നത്. അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതെൻ്റെ ഒരു ദൗത്യമായിട്ട് എനിക്ക് തോന്നി. ആ ദൗത്യമായി മുന്നോട്ട് പോയി. അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഇനി വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിയെയും എടുത്തു പറയാൻ ഞാൻ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല.